സുയജ്ഞൻ എന്ന് പറയുന്ന രാജാവിൻ്റെ കഥ. ഈ രാജാവിന് ശത്രുക്കള് ചതിപ്രയോഗം ചെയ്ത് കൊലപ്പെടുത്തി. കഥ വിസ്തരിച്ച് പറയുന്നുണ്ട്, നമ്മളിങ്ങനെ ഷോർട്ടായിട്ട് പറഞ്ഞു പോവുകയാണ്. ഇയാളെ ചതിപ്രയോഗത്തിൽ കൊലപ്പെടുത്തി. ഡെഡ് ബോഡി കൊണ്ടുവന്നു, കൊട്ടാരത്തിൽ കിടത്തി. ആകെ ബ്ലഡൊക്കെ ബ്ലീഡ് ചെയ്ത് അങ്ങനെ കിടക്കുന്നു ശരീരം. അദ്ദേഹത്തിൻ്റെ പത്നിമാര് നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ ഭർത്താവ് പോയല്ലോ, ഞങ്ങൾക്ക് ഇനി ആരുണ്ട്, ഞങ്ങളെ നോക്കാൻ ആരുണ്ട് എന്നൊക്കെ ഇങ്ങനെ നെഞ്ചത്ത് തട്ടി കരഞ്ഞു പറയുന്ന സമയത്ത് ഒരു കുട്ടി വടുവിൻ്റെ രൂപത്തിൽ യമൻ അവിടെ വന്നു എന്നാണ്. ഒരു കുട്ടി അവിടെ വന്നു. എന്നിട്ട് ചോദിച്ചു, നോക്കൂ പത്നിമാരെ, നിങ്ങളെന്താ ഇങ്ങനെ ഒരു ബോധമില്ലാതെ കരയണത്, ഒരു വിവരമില്ലാതെ കരയണത്? നിങ്ങൾ ഏതൊരു രാജാവിനെ കുറിച്ചാണോ കരയുന്നത്? സത്യം പറഞ്ഞാൽ നിങ്ങൾ രാജാവിനെ കണ്ടിട്ടുണ്ടോ? ഈ രാജാവ് നിങ്ങളെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ രാജൻ എന്നൊക്കെ വിളിച്ച് നിങ്ങളുടെ ഭർത്താവിനെ വിളിക്കില്ലേ? പ്രിയതമ എന്നൊക്കെ വിളിക്കില്ലേ? പോട്ടെ, നിങ്ങളുടെ ഭാഷയെ പറയാം, ചേട്ടാ ഏട്ടാ എന്നൊക്കെ വിളിക്കില്ലേ? അപ്പം വിളി കേൾക്കുമല്ലോ ആള് ഇല്ല? വിളി കേൾക്കില്ലേ? ഭർത്താവിൻ്റെ പേര്, ചിലർ പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ച് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. ഭർത്താവിൻ്റെ പേര് വിളിക്കില്ലേ? നോക്കൂ എന്നൊക്കെ വിളിക്കുക, ഇവിടെ വരൂ എന്നൊക്കെ. ഇന്നിപ്പോൾ നോക്കൂ ഈക്കൂ എന്നൊക്കെ പോയി. ഇന്നിപ്പോൾ പറയുന്നത് ഓ ചേട്ടനും ഇവിടെയൊക്കെ പോയി. ഇപ്പം പേര് വിളിക്കുക, രാജേഷ് ഇവിടെ വരും. ഇനി എടാ പോടാ എന്നാ വിളിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആ അവസ്ഥയിലൊക്കെ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഒക്കെ അങ്ങനെയല്ലേ? ഇപ്പോൾ കാലം മാറി, ഇപ്പോൾ കോലവും മാറി. കല്യാണം തന്നെ ഇനിയിപ്പോൾ ഉണ്ടാവുമോ എന്നുള്ള സംശയത്തിലാണ്. ഗുരുവായൂരൊക്കെ ഇങ്ങനെ കല്യാണം നടക്കുമ്പോൾ അത്ഭുതം. ഇനി കുറേ കഴിഞ്ഞാൽ ലീവിങ് ടുഗദർ, പുതിയ പരിപാടിയാണ്. തോന്നിയ ആളുടെ കൂടെ ജീവിക്കലാണ് അത്രേ. ലീവിങ് ടുഗദർ, പുതിയൊരു സംസ്കാരം. എന്തൊക്കെയാണ് തോന്നിവാസങ്ങൾ വരുന്നത്? കാലം മാറുമ്പോൾ കോലവും മാറുക എന്നുള്ളതല്ലേ. നെറ്റിൽ കൂടിയല്ലേ ഇപ്പോൾ ജീവിതം നടക്കുന്നത്. നെറ്റിൽ കൂടെ ജീവിതവും നടക്കണോ? കല്യാണം കഴിഞ്ഞാലും നെറ്റില്ല. കഴിഞ്ഞോ? പോട്ടെ. അപ്പോൾ ചോദിക്കുന്നത്, ഈ പേരൊക്കെ വിളിക്കുമ്പം ആള് പേര് വിളി കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ പറഞ്ഞത്? അതായത് നിങ്ങളൊക്കെ കല്യാണം കഴിച്ച ആളുകളാണല്ലോ. നിങ്ങൾ ഭർത്താവിൻ്റെ പേര് വിളിക്കണോ? ഭർത്താവ് പേര് കേൾക്കണോ? ആ ഭർത്താവിനെ ശരിക്കും കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോഴും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. ഭാര്യ ഭർത്താവിനെ വിളിക്കണോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ വിളിക്കണോ? നോക്കൂ, ഭാര്യയെ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എത്ര പേര് ഭർത്താവിനെ കണ്ടിട്ടുണ്ട്? നിങ്ങളൊന്നും കണ്ടിട്ടില്ല? കണ്ടിട്ടില്ല? കഷ്ടട്ടോ. ഞാൻ അമ്പലത്തിൽ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തട്ടെ. ഭർത്താവിനെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോ ചോദ്യം ഇതാണ്, നിങ്ങൾ ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കണ്ടിട്ടുണ്ടോ എന്നാണ്. വാസ്തവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് കേവലം ഒരു ശരീരത്തെയും ആ ശരീരത്തിൻ്റെ ചലനവും മാത്രമാണ്. ശരീരത്തെ ചലിപ്പിക്കുന്ന മനസ്സിനെ ആരും ഇന്നേ വരെ കണ്ടിട്ടില്ല. അപ്പം ശരിക്കും ഭാര്യയെ കണ്ടിട്ടുണ്ടോ? ഇനി ധൈര്യമായിട്ട് പറയാലോ, നിന്നെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന്. ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ? ആർക്കും ആരെയും ശരിക്കും പറഞ്ഞാൽ കാണാൻ സാധ്യമല്ല. നോക്കൂ, നിങ്ങൾ കാണാത്ത ഒരാളുടെ കൂടെ ജീവിക്കുന്നത്. അമ്മയ്ക്ക് പിടികിട്ടി കാര്യം. ഞാൻ എൻ്റെ മകനെ ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഞാൻ ഇനി എന്തിനു കരയണം? അപ്പോൾ നോക്കൂ, കാണാത്തൊരു മനസ്സ്. എന്നാൽ ഉണ്ട് താനും. ശരീരം പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം കണ്ണു തുറക്കണോ വായ തുറക്കണോ? ഇതൊക്കെ ആരാണ് ചലിപ്പിക്കുന്നത്? ഉറക്കത്തിൽ നിങ്ങൾ കണ്ണു തുറക്കില്ല, വായ തുറക്കില്ല. ചിലർ വായ തുറന്ന് കിടക്കും, വേറെ കാര്യം. എന്നാലും പൊതുവെ വായ അടച്ചിട്ട് തന്നെയാണ് കിടക്കുക. വർത്തമാനം പറയില്ല. ഉറക്കത്തിൽ വർത്തമാനം പറയുന്നവരെ കുറിച്ചല്ലേ ഞാൻ പറയുന്നത്. പൊതുവെ ഈ പ്രവൃത്തികളൊക്കെ ശരീരത്തെ കൊണ്ട് ചെയ്യിക്കുന്നത് ആരാണ്? മനസ്സാണ്. എന്നാൽ ആ മനസ്സിനെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. ആരും ആരെയും കണ്ടിട്ടില്ല. അമ്മയ്ക്കിത് മനസ്സിലായി, കരച്ചിൽ നിന്നു. ഇത് കഴിഞ്ഞിട്ട് ഹിരണ്യകശിപു പറയുകയാണ്, ഇനി ഞാൻ വിഷ്ണുവിനെ കൊന്നിട്ട് വരട്ടോ എന്ന്.
അമ്മയുടെ ദുഃഖമൊക്കെ തീർന്നപ്പോൾ ഇനി അയാൾക്ക് വിഷ്ണുവിനെ കൊല്ലണം. നോക്കണം അയാളുടെ മനസ്സ് ഇത്രയ്ക്ക് അറിവുള്ള ആളാണ്. അവിടെ നിന്ന് പോയി കഠിനമായ തപസ് ചെയ്യാൻ ത്രികൂടത്തിൽ കയറി തൻ്റെ തപശക്തി കൊണ്ട്, വിൽ പവർ കൊണ്ട് ആദ്യം ഒരു കാല് പിന്നെ ഒരു വിരലിലൊക്കെ നിന്ന് കഠിനമായി തപസ് ചെയ്ത് കുറച്ചു കാലം കൊണ്ട് ഭക്ഷണവുമില്ല വെള്ളവുമില്ല അങ്ങനെയൊക്കെയായി അവസാനം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് കമണ്ഡലുവിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് കുടഞ്ഞു. ഹേയ് പുത്ര എണീക്കൂ, ഉത്തിഷ്ഠ. പ്രീതിയായി, ഞാൻ പ്രീതനായി. എന്താ വരം വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. ഈ ബ്രഹ്മാവിനൊക്കെ ഒരു കുഴപ്പമുണ്ട്, കണ്ട അപ്പം വരം ചോദിച്ചോളാൻ പറയും. ഇത് കാത്തിരിക്കുകയാണ്. ഇയാൾ ബ്രഹ്മാവിനെ ഒന്ന് സുഖിപ്പിച്ചു നന്നായിട്ട്. ഹേയ് ബ്രഹ്മാവേ, എന്തു ചോദിച്ചാലും കൊടുക്കാൻ മടിയില്ലാത്ത ബ്രഹ്മാവേ, ഞാൻ അതുകൊണ്ടല്ലേ അങ്ങയെ പ്രീതിപ്പെടുത്തിയത്, അതുകൊണ്ട് എനിക്ക് ചില വരങ്ങൾ വേണം. ബ്രഹ്മാവ് ചോദിച്ചോളൂ, വലുതൊന്നും ചോദിക്കരുത്. എനിക്ക് ചെറിയ വരേ വേണ്ടോ. ചെറിയ വരം എന്ന് പറഞ്ഞാൽ തന്നെ അപകട. എന്താ വരം? എനിക്ക് പകല് മരണം ഉണ്ടാവരുത്, രാത്രി മരണം ഉണ്ടാവരുത്, അകത്ത് വെച്ചുണ്ടാവരുത്, പുറത്തു വെച്ചുണ്ടാവരുത്, ഭൂമിയിൽ വെച്ചുണ്ടാവരുത്, ആകാശത്തിൽ വെച്ചുണ്ടാവരുത്, മനുഷ്യൻ കൊല്ലരുത്. ബ്രഹ്മാവ് ഇതൊക്കെ കേട്ടപ്പോൾ പേടിച്ചുപോയി. ഈ മനുഷ്യനെ ഇനിയിപ്പോൾ ആർക്കും കൊല്ലാൻ പറ്റും? ഒരു തരത്തിലും ഇയാൾക്ക് മരണമില്ല. ഇൻഷുറൻസ് അത്ര എടുത്തു എല്ലാ കമ്പനിയിൽ നിന്നും. ബ്രഹ്മാവ് കുറച്ച് മാറി നിന്നു. കാരണം ചിലപ്പോൾ ഇയാളുടെ നേരേക്ക് വരും. ചിലപ്പം ഈ വരമൊക്കെ മേടിക്കുന്ന പാർട്ടികൾ ചിലപ്പം വരം കൊടുക്കുന്ന ആൾ, പണ്ട് ശിവനെ ഒരാളങ്ങനെ ഒതുക്കിയിട്ടുണ്ട്. ശിവൻ മേലാൽ വരം കൊടുക്കില്ല തീരുമാനിച്ചു. അന്ന് മുതൽ കൊടുത്തുപോയൊരു വരം എന്താ അറിയോ? മൂർധാവിൽ വിരൽ വെച്ചാൽ ചാവുന്ന്. അവൻ കിട്ടിയ ഉടനെ ചോദിക്കുക, പരമശിവൻ ഒന്ന് അവിടെ നിൽക്കുമോ? പരമശിവൻ ചോദിച്ചു എന്തിനാണ്? അല്ല, ഇത് ഏൽക്കൂന്ന് അറിയാനാണെന്ന്. അദ്ദേഹത്തിൻ്റെ നേരെ ഓടിച്ചെന്നു. അപ്പോഴാണ് ഗുരുവായൂരപ്പൻ ആ വഴിക്ക് വന്നിട്ട് ഇവനെ വിളിച്ചിട്ട് പറഞ്ഞത്, എടോ ആ ശിവന്റെ വാക്ക് കേട്ട് വല്ലവരും വരം ചോദിക്കൂ. പണ്ട് ദക്ഷൻ ശപിച്ച അന്ന് മുതൽ ശിവന് ശക്തിയില്ല. അയാൾക്ക് ഒരേ ഒരു ജോലിയിൽ നടന്ന് വരം കൊടുക്കുക. ചോദിക്കും വേണോ 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 എന്ന്. ഈ അസുരന്റെ സംശയമായി, ശിവൻ കൊടുക്കുന്ന വരത്തിന് ശക്തിയില്ല എന്ന്. അപ്പൊ പറഞ്ഞു, കുട്ടിക്ക് എങ്ങനെയാ അറിയാന്ന്? നീ സംശയം ഉണ്ടെങ്കിൽ മൂർധാവിൽ വെച്ച് നോക്കുക, പറയാലോ എന്ന്. പാവം പൊട്ടൻ മൂർധാവിൽ വെച്ചതും ആളടിച്ചുപോയി. പരമശിവൻ വന്നിട്ട് പറഞ്ഞു, ഹാവു ഭാഗ്യം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇമ്മാതിരി വരം മേലാ കൊടുക്കരുതെന്ന്. കൊടുത്താൽ കുറച്ച് വിട്ടു നിന്നിട്ട് കൊടുത്തോളാം, അല്ലെ അപകടം. ആർക്കാ കൊടുക്കണത് എന്നുള്ളത്. ഇതുപോലെയാണ് ഇപ്പം ബ്രഹ്മാവിൻ്റെ അവസ്ഥ. ഓടി ബ്രഹ്മാവ് അവിടെ നിന്ന് കൊടുത്തിട്ട് ഇവൻ ലോകം കീഴടക്കി ചക്രവർത്തിയുടെ ധിക്കാരത്തോടെ അഹങ്കാരത്തോടെ വരുന്നു. രാജ്യം മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് ഈശ്വരൻ ഞാനേ ഉള്ളൂ, ഞാനാണ് പ്രപഞ്ചത്തിൻ്റെ ശക്തി, ഞാനാണ് ഈ പ്രപഞ്ചം നിലനിർത്തുന്നത്, ഇതൊക്കെ പ്രജകളുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് ഭരണം തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹത്തിന് നാലാമത്തെ പുത്രനായിട്ട് പ്രഹ്ലാദൻ ജനിച്ചു വരുന്നത്. ഹ്ലാദൻ, അനുക്ലാദൻ, സുക്ലാദൻ. നാലാമത്തെ പുത്രനാണ് പ്രഹ്ലാദൻ. ഈ കുട്ടി ഗർഭത്തിലിരിക്കുന്ന സമയത്ത് തന്നെ മാനസികമായി അത്ര ഉയർന്ന കുട്ടി പ്രസവിച്ച് പുറത്തു വന്നപ്പോൾ ചുണ്ടുകൾ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. വൈദ്യന്മാരെയൊക്കെ വരുത്തി വല്ല ചിക്കൻ ഗുനിയോ ഒക്കെ കൊണ്ടല്ലോ ഇപ്പോൾ, അതൊക്കെ ആവുമോയെന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ അതൊന്നുമല്ല. കുട്ടിക്ക് നാരായണ 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 ഈ മന്ത്രസ്മരണയാണ്. ഉടനെ തന്നെ ആളുകളൊക്കെ വരുത്തി എന്താ ചെയ്യേണ്ടതെന്ന്. അവരൊക്കെ പറഞ്ഞു, ഒന്ന് വലുതായിക്കോട്ടെ, ശരിയാക്കിയെടുക്കാം, പേടിക്കണ്ടെന്ന്. കുട്ടി എപ്പോഴും ഇങ്ങനെ ഡാൻസ് കളിക്കുക, നാമം ജപിക്കുക. ഇന്നത്തെ കുട്ടികളാണെങ്കിൽ കാർട്ടൂൺ നെറ്റ്വർക്കും കമ്പ്യൂട്ടർ നെറ്റ്വർക്കും അതിലല്ലേ ഇരിക്കുന്നത്. കുട്ടിക്ക് ആനന്ദം നാമസ്മരണയിലൊക്കെയാണ്. അങ്ങനെ നാമമൊക്കെ ജപിച്ച് കുട്ടി ഇങ്ങനെ സന്തോഷം അനുഭവിച്ച് വളർന്നു വരുമ്പോൾ ശുക്രാചാര്യരെ വരുത്തിക്കൊണ്ട് പറഞ്ഞു, നമുക്ക് ഈ കുട്ടിയെ ഒന്ന് നേരെയാക്കി എടുക്കണം, അസുരനാക്കി മാറ്റണം. എൻ്റെ ശത്രുവിൻ്റെ പേരായി ഈ കുട്ടി പറയുന്നത്. എനിക്ക് പേടി വരുന്നു ഈ കുട്ടിയുടെ വളർച്ച കാണുമ്പോൾ. ഞാൻ വിചാരിച്ചു വളരും തോറും സ്വഭാവം മാറുന്നു, ഇത് വളരും തോറും ആള് വഷളാവുക, കൂടുതൽ വഷളാവുക. അപ്പോൾ ശുക്രാചാര്യ പറഞ്ഞു, നമുക്കൊരു സ്കൂൾ തുടങ്ങാം. എന്തിനാന്ന് വെച്ചോ, ഒന്നുകൂടി വഷളാക്കാൻ. അങ്ങനെ ഒരു സ്കൂൾ ആദ്യമായിട്ട് തുടങ്ങി. ലോകത്തിലെ ആദ്യത്തെ സ്കൂളാണ് ആര് തുടങ്ങിയത്? ഹിരണ്യകശിപു തുടങ്ങിയത്. 10,000 വർഷം മുമ്പ് ഇന്ത്യയിൽ ഹിരണ്യകശിപുവിൻ്റെ ഒരു സ്കൂൾ തുടങ്ങി. റെസിഡൻഷ്യൽ സ്കൂളാണ്. കുട്ടികളെ അവിടെ താമസിപ്പിച്ച് പഠിപ്പിക്കും. 2 ഗുരുക്കന്മാർ, ചണ്ടാമർക്കന്മാർ, ഈ ശുക്രാചാര്യരുടെ മക്കൾ. സിലബസ് ഹിരണ്യകശിപു തന്നെ ഉണ്ടാക്കി. സിലബസും പോകാനുള്ള ബസ്സും ഒക്കെ അയാൾ തന്നെ ഉണ്ടാക്കിയത്. സിലബസ് ഇത്രയേ ഉള്ളൂ, 3 കാര്യങ്ങൾ പഠിച്ചാൽ മതി എന്നാണ്.
പണമുണ്ടാക്കണ വിദ്യ പഠിക്കണം, അതെങ്ങനെ ചെലവഴിക്കണമെന്ന് പഠിക്കണം, അത് അവനവൻ്റെ ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാവൂ എന്ന് പഠിക്കണം. നാലാമത് ഒരു കാര്യവും ഇവിടെ പഠിക്കാനില്ല. എന്തൊക്കെയാണ്? പണം ഉണ്ടാക്കാൻ പഠിക്കണം, അതെങ്ങനെയൊക്കെ ദൂർത്തടിച്ച് ചെലവഴിക്കണമെന്ന് പഠിക്കണം, പിന്നെ അവനവൻ്റെ ആൾക്കാർക്ക് മാത്രം കൊടുത്താൽ മതി എന്ന് പഠിക്കണം. ഇത്രയും പഠിക്കാനുള്ളൂ. ഇന്ന് നമ്മൾ നോക്കുമ്പോണ്ടല്ലോ, ഇന്നത്തെ വിദ്യാഭ്യാസവും അന്നത്തെ ആ വിദ്യാഭ്യാസവും തമ്മിൽ വലിയൊരു വ്യത്യാസമൊന്നും കാണുന്നില്ല. പഠിക്കുന്നത് പണം ഉണ്ടാക്കാനാണ്, പണം ഉണ്ടാക്കുന്ന അടിച്ചു പിടിച്ച് ജീവിക്കാനാണ്. കാവോ പിയോ മജാകരോ എന്നാണ് ഇന്നത്തെ നിയമം. അതാണ്. കടം മേടിച്ചാലും കള്ളുകൂടി നിർത്തരുതെന്നാണ് ഇപ്പോഴത്തെ ഫിലോസഫി. അതാണ് കാരണം ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം. ചത്തുപോയാൽ പിന്നെ തിരിച്ചു വരില്ലോ, പിന്നെ കള്ളു കുടിച്ചു വെച്ചിട്ട് എന്താ? പോയവരൊന്നും വന്നിട്ടുമില്ല. ഈ രൂപത്തിലാണ് പലരും ജീവിതം നശിപ്പിക്കുന്നത്. അറിയുന്നില്ല മനസ്സെന്നത് നശിക്കില്ല എന്ന്. ഏതായാലും ഇങ്ങനെയൊക്കെ ഹിരണ്യകശിപു സ്കൂളൊക്കെ തുടങ്ങി ഈ കുട്ടിയെ അവിടെ ചേർത്തി, അടിച്ചു പഠിപ്പിച്ചു. ഹിരണ്യകശിപു ദൈവം, ഹിരണ്യകശിപു ലോകനാഥൻ, ഹിരണ്യകശിപു ചക്രവർത്തി, ഹിരണ്യകശിപു പ്രപഞ്ചശക്തി, ഹിരണ്യകശിപു സർവസ്വം. ഹിരണ്യകശിപു അല്ലാത്ത ഈ ശക്തിയൊന്നും ലോകത്തിൽ ഇല്ല. കള്ളു കുടിക്കണം, എല്ലാം തോന്നിവാസം ചെയ്യണം, ഇതാണ് അസുരന്മാര് എന്നൊക്കെ കുട്ടിയുടെ മനസ്സിനെ മാറ്റാൻ ശ്രമിച്ച്, ഒരു ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ച്, എന്തെല്ലാം തരത്തിൽ പരിശ്രമിച്ചിട്ടും കുട്ടിയുടെ മനസ്സ് മാറിയില്ല. കൊണ്ടുവന്നു ഒരിക്കലും വീട്ടിലേക്ക്. മനസ്സ് മാറിയെന്ന് വെച്ചിട്ട് ഹിരണ്യകശിപു വാരിക്കോരിയെടുത്ത് മടിയിൽ വെച്ച് തലയിലൊക്കെ തലോടി ഉമ്മയൊക്കെ വെച്ച് ചോദിച്ചു, ഉണ്ണി പഠിക്കുന്നുണ്ടോ? ഒക്കെ അധ്യാപകർ പറയുന്നതൊക്കെ മനസ്സിലാവുണ്ടോ? എങ്ങനെയാ കുട്ടിക്ക് മനസ്സിലാവണല്ലേ കാര്യം? പറഞ്ഞു, ഒക്കെ മനസ്സിലാവുണ്ട് അച്ഛാന്ന് പറഞ്ഞു. എന്താ കുട്ടിക്ക് മനസ്സിലായതെന്ന്? അധ്യാപകന്മാർ പറയാണ്, അച്ഛൻ നാരായണ എന്ന് ജപിച്ചാൽ അച്ഛന് ഗതി കിട്ടും. പോരെ, ഇവന് ഗതി കൊടുക്കാനാണ് അച്ഛൻ പറഞ്ഞയച്ചത്. ഇപ്പൊ പയ്യൻ പഠിച്ചു വന്നതൊക്കെ ആർക്ക് ഗതി കൊടുക്കാൻ? അച്ഛന്. ഇതൊക്കെ കേട്ടപ്പോൾ അടിച്ചു അങ്ങോട്ട്. അധ്യാപകരെ വാളെടുത്ത് ഓങ്ങിക്കൊണ്ട് പറഞ്ഞു, കുട്ടി ഇങ്ങനെ എങ്ങനെ വല്ലതും പറഞ്ഞാൽ കൊന്നുകളയും ഞാൻ. അപ്പൊ അവര് പറഞ്ഞു, സംഗതി രാജൻ, ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളില്ലാത്ത സമയത്ത് ആരോ ട്യൂഷൻ എടുക്കുന്നുണ്ടെന്ന്. മിക്കവാറും മതിൽ ചാടി വരുന്നുണ്ട് ആരോ. ആരായിരിക്കണം? നാരായണ നാരായണ. ഈ പാർട്ടിയെ ഞങ്ങൾ സംശയിക്കേണ്ടതെന്ന്. ഏതായാലും ഞങ്ങൾ കമ്പിവേലിയൊക്കെ കെട്ടിക്കോളാം, ഞങ്ങൾ എല്ലാവിധത്തിലുള്ള സുരക്ഷിതത്വം വെച്ചോളാം. ഇനി ട്യൂഷൻ എടുക്കണ പ്രശ്നമില്ല കുട്ടിക്ക്. അടുത്ത പ്രാവശ്യം നോക്കിക്കോളൂ, അവൻ അങ്ങയുടെ പേര് പറയുന്നു. വീണ്ടും കുട്ടിയെ കൊണ്ടുപോയി അടിച്ച് പഠിപ്പിച്ച് നല്ല അടി കൊടുത്തു. കുട്ടിയോട് ചോദിച്ചു, എവിടെ നിന്നാടാ നിനക്ക് ഈ നാരായണ എന്നൊക്കെ? ഇപ്പൊ കുട്ടി പറയാണ്, ഈ പശുക്കളൊക്കെ ഉണ്ടല്ലോ അയവിറക്കണോ, അതുപോലെ ഞാൻ ഒരു പരിശ്രമവും ചെയ്യാതെ ഇതെല്ലാം എൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ താനെ പുറത്തേക്ക് വരികയാണ്. ഈ അധ്യാപകന്മാർക്ക് പേടി, ഇത് എവിടുന്നാവോ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നത് എന്ന്, ഇതെന്നാവോ ഇതൊക്കെ ഉള്ളിൽ കയറിയതെന്ന്. എന്തായാലും അടിച്ചടിച്ചടിച്ച് വീണ്ടും പഠിപ്പിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും കൊണ്ടുവന്നു. അച്ഛൻ വാരിക്കോരി മടിയിലിരുത്തി ആ ഉണ്ണിയെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു, ഇപ്പോൾ ഉണ്ണിക്ക് മനസ്സിലായോ ആരാ ഈശ്വരൻ എന്നൊക്കെ, എന്താ ശക്തി എന്നൊക്കെ മനസ്സിലായോ? പറഞ്ഞു, അച്ഛാ നല്ലോണം മനസ്സിലായിന്ന്. ആരാ ഉണ്ണി ഈശ്വരൻ? ആരാ പ്രപഞ്ചത്തിൻ്റെ നാഥൻ? എന്താ ഉണ്ണിക്ക് മനസ്സിലായത്? ഉണ്ണി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ആരാണ് ഉണ്ണി? ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശ്ചേന്നവലക്ഷണ ക്രിയതേ ഭഗവത്യദ്യാം തന്മന്യേ അതീതമുത്തമം. ശ്രവണം കീർത്തനം. അച്ഛൻ വിചാരിച്ചു അയാളെക്കുറിച്ചൊക്കെ ആയിരിക്കും കീർത്തിക്കേണ്ടത് എന്ന്. ഉടനെ പറഞ്ഞു, നിന്നെക്കുറിച്ചല്ല, വിഷ്ണു കീർത്തനം. ആരെക്കുറിച്ച്? വിഷ്ണു. ആരാണ് ഈ വിഷ്ണു?
നിവേദനം. തൻ്റെ അന്തരാത്മാവായ വിഷ്ണു, ആ വിഷ്ണുവിലേക്കാണ് മനസ്സിനെ അവസാനം ആത്മനിവേദനം, തന്നെ വിഷ്ണുവിലേക്ക് അർപ്പിച്ച് ഞാനും വിഷ്ണുവും ഒന്നാണെന്നൊരു ബോധം. ഇതാണ് അച്ഛാ സത്യം, ഇതച്ഛൻ മനസ്സിലാക്കൂ എന്നൊക്കെ പറഞ്ഞതും കുട്ടിയെ അടിച്ചു അവിടുന്ന് അങ്ങോട്ട് തകർത്തു. ഉണ്ണിയുടെ ശരീരം പറഞ്ഞു, നീ ഇനി ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല, നിന്നെ ഞാൻ കൊല്ലുമെടാ, നീ ഇനി ഈ കൊട്ടാരത്തിലുണ്ടാവില്ല, നീ എൻ്റെ അന്തകനാണ്. ഉടനെ തന്നെ കിങ്കരന്മാരെയൊക്കെ വരുത്തി, ഈ കുട്ടി ഇനി ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് കേൾക്കണ്ട, ഇനി അധ്യാപകന്മാരെ നേരെയാക്കണ്ട. ഇതൊക്കെ പറഞ്ഞ കുട്ടിയെ കൊണ്ടുപോയി കിങ്കരന്മാര്. പിന്നെ നിങ്ങൾക്കറിയാലോ കഥകളൊക്കെ. വിഷച്ചോറ് കൊടുത്തു, മലയുടെ മുകളിൽ നിന്ന് താഴേക്കിട്ടു, വിറക് കത്തിച്ച് അതിൻ്റെ ഉള്ളിലേക്കിട്ടു, കടലിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു. ഇങ്ങനെ പല വിധത്തിലും ഈ കുട്ടിയെ നശിപ്പിക്കാൻ നോക്കിയിട്ടും ആ കുട്ടിയെ അല്പം പോലും തകർക്കാൻ ആർക്ക് പറ്റിയില്ല? ഹിരണ്യകശിപുവിനും അവൻ്റെ ആൾക്കാർക്കും. ഇതൊക്കെ ഒരു പക്ഷെ നിങ്ങൾക്ക് കഥയായി തോന്നും, പക്ഷെ ചില സമയത്തുണ്ടല്ലോ വാസ്തവമാണിതൊക്കെ. ആ കുട്ടിക്കാലത്തെ മനസ്സിൽ ഭക്തി ഉണ്ടെങ്കിൽ വലിയ ദുരന്തങ്ങളിൽ നിന്നൊക്കെ മനസ്സ് രക്ഷപ്പെടും. പലരുടെയും ജീവിതമുണ്ടല്ലോ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് ദുരന്തങ്ങളിൽ നിന്ന്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വരുന്നോ അപ്പം രക്ഷപ്പെടണമെങ്കിൽ ഇന്ന് പ്രത്യേകിച്ചുണ്ടല്ലോ, ഇന്ന് നമ്മുടെ നാട്ടിൽ അക്രമങ്ങളും ഒക്കെ കൂടിക്കൂടി വരികയാണ്. കഴിഞ്ഞ വർഷമാണോ എന്നറിയില്ല, പേപ്പറിൽ കണ്ടുവല്ലോ നിങ്ങൾ, ട്രെയിനിലൊരു പെൺകുട്ടിയൊക്കെ കൊന്നു, താഴേക്കൊട്ട് കൊന്നല്ലേ. ഇതൊക്കെ നിരന്തരം ആയിക്കൊണ്ടിരിക്കുന്നു ന്യൂസുകൾ. ഇതൊക്കെ എങ്ങനെയാണ് ഒഴിവാക്കാൻ സാധിക്കുക? കുറേ പോലീസുകാരെ വെച്ചതുകൊണ്ടോ കുറേ തോക്ക് പിടിച്ച ആളുകളെ കൊണ്ടുവച്ചതുകൊണ്ടൊന്നും ഈ ലോകത്തിനെ മാറ്റിയെടുക്കാൻ സാധ്യമല്ല. ക്രൂരത ചെയ്യുന്നവൻ എവിടെയായാലും ക്രൂരത കാണിക്കും. നോക്കൂ നിങ്ങൾ, അറേബ്യൻ രാജ്യങ്ങളിൽ അവിടുത്തെ ശിക്ഷകളൊക്കെ നിങ്ങൾക്കറിയോ? കൈ വെട്ടുക, കാല് വെട്ടുക എന്നൊക്കെയാണ് അവരുടെ ശിക്ഷ. എന്നിട്ടും ക്രൂരത നടക്കണോ? കാരണം ക്രൂരത ചെയ്യണമെന്ന് വിചാരിക്കുന്നവന് നാടും ദേശവും നിയമവും ഒന്നും ബാധകമല്ല. എന്നാൽ ഇതിനെന്താ ഒരു പോംവഴി? മനഃശക്തി ആർജിക്കുക. ഞാനിത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഓസ്ട്രേലിയയിൽ നടന്നൊരു കഥയാണ്. ഇത് നടന്നൊരു കഥയാണ്. ഒരു പെൺകുട്ടി, അച്ഛനമ്മമാർ കുട്ടിക്കാലത്ത് തന്നെ ആ കുട്ടിയുടെ മനസ്സിലുണ്ടല്ലോ ഭക്തി നിറച്ചു, ആ ഒരു സംസ്കാരത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. മനസ്സിൽ നല്ലവണ്ണം ഈശ്വരപ്രേമം. ആ കുട്ടി അവിടെ MBA പഠിക്കാൻ പോകുന്ന സമയത്ത് ഒരിക്കലൊരു കോൺഫറൻസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വഴിയിൽ ആക്രമിക്കാനായി കുറച്ച് കറുത്ത വർഗക്കാർ ഈ കുട്ടിയെ ആക്രമിക്കുന്നു മനസ്സിലായി. ആ കുട്ടിക്ക് എന്തോ മനസ്സിലൊരു ധൈര്യം തോന്നി. ആ കുട്ടി അങ്ങോട്ട് നടന്നു പോരുകയും ചെയ്തു. അപ്പം അവർ ഈ പിള്ളേർ രണ്ടുപേര് ഡ്രഗ്സ് അടിച്ചൊക്കെ വന്നിരിക്കുകയാണ്, മദ്യവും ഡ്രഗ്സൊക്കെ കുത്തിയിട്ട്. കുട്ടിക്കൊന്നും സംഭവിച്ചില്ല. എന്നാൽ അവരുടെ കോളേജിൽ ഒരു കുട്ടിയെ അവർ കൊന്നു. എന്താ പറയുക, റേപ്പ് ചെയ്ത് കൊന്നു. അതിനെ കൊണ്ടുപോയിട്ട് അവരെ പിടിച്ചു പോലീസ്. അവരെ അറസ്റ്റ് ചെയ്ത് ഈ കുട്ടി പറയുകയും ചെയ്തു, ഇങ്ങനെ പ്രിൻസിപ്പാളോട് ഇങ്ങനെ വഴിയിൽ രണ്ടുപേരെ കണ്ടു. അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ കുട്ടിയെ കൊണ്ടുപോവുകയാണ്. ആ കുട്ടിയെ കൊണ്ടുപോയ സമയത്ത് ഈ ക്രിമിനൽസിനെ ഈ കുട്ടി കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ഇവരായിരുന്നു. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അവരോട് ചോദിക്കുകയാണ്, നിങ്ങളും ഈ കുട്ടിയെ കണ്ടു എന്ന്. അപ്പോൾ അവർ പറഞ്ഞ ഉത്തരം എന്താ അറിയോ? ഞങ്ങൾ കണ്ടു, പക്ഷേ ഇവൾ ഒറ്റയ്ക്കായിരുന്നില്ല എന്നാണ്. ഇവളുടെ കൂടെ ആരോ ഒരാളോടെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അവർക്ക് തോന്നിയത് ഈ കുട്ടിയുടെ നിഴലായിരിക്കും. ഈ കുട്ടിയെ അവർ കണ്ടിട്ട് എന്താ പറയുക, വേറൊരു കുട്ടി ആരും ഇല്ലേ കൂടെ, പക്ഷെ ഒരു നിഴലിനെ വേറൊരു ആളായി തോന്നാൻ. ഇതാണ് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത്. ലോകമല്ല തളർത്തുന്നത് സ്വന്തം മനസ്സാണ്. ഇത് സന്ദേശം കൊടുക്കണം നമ്മൾ കുട്ടികൾക്ക്. അതിനാണ് പണ്ടുള്ളവർ പറഞ്ഞത്, സന്ധ്യയ്ക്കൊക്കെ നാമം ജപിക്കുന്നതൊന്നുമില്ല, അപ്പം ദുരന്തങ്ങൾ കൂടിയല്ലേ പറ്റുള്ളൂ. ആര് വരുത്തി വയ്ക്കുന്നു? സമൂഹമല്ല മോശം നമ്മളാണ്. ഒരു ചെടി നടുമ്പോൾ തന്നെ നമുക്കറിയാം അത് നശിപ്പിക്കാൻ ആടോ പശുക്കളോ ഒക്കെ ഉണ്ടാവുന്നു ഇല്ലേ? ആടിനെയും പശുവിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ നശിപ്പിക്കാതിരിക്കാൻ അതിന് ചുറ്റും ഒരു വേലി കെട്ടുക. ഇതുപോലെ നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ ഒരുപാട് ശക്തികൾ പുറത്തുണ്ട്. അപ്പം അതിനെ സംരക്ഷിക്കാനല്ലേ നോക്കേണ്ടത്? ആടും പശുവിനെയും ഒഴിവാക്കാനാണോ ശ്രമിക്കേണ്ടത്? ആണോ? പണ്ട് കുട്ടി പറഞ്ഞതുപോലെ പ്രശ്നം പരിഹരിക്കേണ്ടത് അവരവരിൽ തന്നെയാണ്. അച്ഛന് ചിക്കൻ ബോക്സ് വന്നു,
അപ്പം അമ്മ ഈ അച്ഛൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ പുഴുങ്ങായിരുന്നു. അപ്പോൾ കുട്ടി ചോദിച്ചു, എന്തിനാ അമ്മ ഈ പുഴുങ്ങണത് എന്ന്. പറഞ്ഞു, ഈ ഡ്രസ്സിലൊക്കെ അണുക്കൾ പറ്റും കുട്ടി, അതൊക്കെ നമ്മൾ തൊട്ടാൽ നമുക്ക് രോഗം വരുന്നു. അപ്പോൾ ഓരോ ദിവസവും 3 പ്രാവശ്യം പുഴുങ്ങണം. രാവിലെ പുഴുങ്ങണം, ഉച്ചയ്ക്ക് പുഴുങ്ങണം, രാത്രി പുഴുങ്ങണം. അപ്പോൾ കുട്ടി പറഞ്ഞു, ഇങ്ങനെ എപ്പോഴും പുഴുങ്ങണോ? ഒരു നേരം പുഴുങ്ങിയാൽ പോരെ എന്ന്. അപ്പം അമ്മ പറഞ്ഞു, എന്താ എനിക്ക് മനസ്സിലായില്ല എന്ന്. കുറച്ചുകൂടി വലിയ പാത്രം എടുക്കുക, നല്ലോണം വെള്ളം ഒഴിക്കുക, നല്ലോണം തിളപ്പിക്കുക, എന്നിട്ട് ഒരാളെ പുഴുങ്ങി ഇങ്ങോട്ട് എടുക്കുക. അപ്പം അണുക്കളൊക്കെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ഡ്രസ്സ് പുഴുങ്ങേണ്ട കാര്യമില്ല. അപ്പം അമ്മ പറഞ്ഞു, എനിക്ക് മോഹമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ നിനക്ക് അച്ഛൻ ഉണ്ടാവില്ല പുഴുങ്ങിയെടുത്തു കഴിഞ്ഞാൽ. ഇതേപോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റിയെടുത്താൽ നമ്മളെ തകർക്കാൻ ചുറ്റുപാടിന് സാധ്യമല്ല. ഈ പ്രഹ്ലാദനെ തകർക്കാനോ തളർത്താനോ സാധിച്ചില്ല. അവസാനം ഈ കിങ്കരന്മാർ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, രാജൻ ഈ കുട്ടിയെ ഞങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നിടത്തോളം സമയം ഏതോ ശക്തി കുട്ടിയെ രക്ഷിക്കുന്നുണ്ട്, ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും വിഫലമാവുന്നു, ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. വാളൂരി ഹിരണ്യകശിപു, എടാ നിന്നെ കൊല്ലാൻ ഒരു ശക്തിക്ക് സാധ്യമല്ലെന്നോ? ആരടാ നിന്നെ രക്ഷിക്കുന്നത്? എവിടുന്നടാ നിനക്ക് ഈ ശക്തി? ഞാൻ നിന്നെ വെട്ടി നുറുക്കിക്കളയും എന്നൊക്കെ പറ ഉച്ചത്തിൽ അലറിയപ്പോൾ അധ്യാപകന്മാർ പറഞ്ഞു, ഞങ്ങൾക്കൊരവസരം കൂടി തരൂ രാജൻ, ഞങ്ങളൊന്ന് ശ്രമിക്കട്ടെ. അങ്ങനെ വീണ്ടും അധ്യാപകന്മാർ കൊണ്ടുപോകുന്നു. ഹിരണ്യകശിപുവിൻ്റെ പുത്രൻ ഈ പ്രഹ്ലാദൻ മാനസികമായി തളരാതെ പതരാതെ ആശ്രമത്തിൽ ആ സ്കൂളിൽ ഇരിക്കുന്ന സമയത്ത് അധ്യാപകന്മാരില്ലാത്തൊരു സമയം വന്നപ്പോൾ തൻ്റെ അസുര കുട്ടികളെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടികളെ, എന്നെ അച്ഛൻ നശിപ്പിക്കാൻ നോക്കി, കൊല്ലാൻ ശ്രമിച്ചു, എന്നെ മാനസികമായി തളർത്താൻ ശ്രമിച്ചു, ഇവർക്കൊന്നും എന്നെ തളർത്താൻ സാധിച്ചില്ല. കാരണം എന്താണെന്നറിയോ? എവിടുന്നാ എനിക്ക് ശക്തി വരുന്നതെന്നറിയോ? നിങ്ങളും മനസ്സിലാക്കിക്കോളൂ. കൗമാര ആചരിത് പ്രാജ്ഞാം ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപ്യധ്രുവമർത്തദം യഥാ ഹി പുരുഷസ്യേഹ വിഷ്ണോ പാദോപസർപ്പണം യഥേഷ സർവഭൂതാനം പ്രിയ ആത്മേശ്വരസുഖൽ. കുട്ടികളെ, കുട്ടിക്കാലത്തെ മനസ്സിലുറപ്പിക്കൂ, ഈ ശരീരമല്ല നമുക്ക് ശക്തി, ഈ ശരീരവുമായി ബന്ധപ്പെട്ടവരല്ല ശക്തി, നമ്മുടെ സാധനങ്ങളോ പണമോ പ്രതാപമോ ഒന്നുമല്ല ശക്തി. ഈ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത് മനസ്സിനെ നിലനിർത്തുന്ന വിഷ്ണു പാദോപസർപ്പണം, വിഷ്ണു തന്നെയാണ്. ആരാണ് ഈ വിഷ്ണു? ആത്മ ഈശ്വര പ്രിയ, തൻ്റെ പ്രിയനായി ആത്മാവായി ഈശ്വരനായി കൂടെയുള്ള ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് യദേശ സർവഭൂതാനം പ്രിയ ആത്മേശ്വര സുഹൃത്. ഈ വാക്ക് നിങ്ങൾ ഓർത്തു വെക്കണേ. പ്രഹ്ലാദൻ്റെ വരികൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ്. ഈ 6-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന യഥാ ഹി പുരുഷസ്യേഹ വിഷ്ണു പാദോപസർപ്പണം യഥേഷ സർവഭൂതാനം പ്രിയ ആത്മേശ്വര സുഹൃത്. ആരാണ്? പ്രിയ ആത്മ ഈശ്വര സുഹൃത്ത്. നമ്മുടെ ഓരോരുത്തരെയും സുഹൃത്തായി ആരുണ്ട്? ഭഗവാൻ ആത്മാവിൻ്റെ രൂപത്തിലുണ്ട്. അത് തന്നെയാണ് ഈശ്വരൻ.